ആത്മനമസ്കാരം. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. ഈ ജസ്റ്റിസ് കാർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിലാണ് ഉള്ളത്. അതായത് ഇതുവരെ എനിക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ? ഇതുവരെ ഞാൻ കുറേ സഹിച്ച് നിന്നിട്ടുണ്ട്. കുറേ എനിക്കൊരു ടോക്സിക് ബിഹേവിയർ പാർട്ട്ണറിൽ നിന്നും എനിക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ എനിക്കിഷ്ടമല്ല, അങ്ങനെ പല തവണ പറഞ്ഞിട്ടും അതേ ബിഹേവിയർ കാണിക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ എനിക്കിവിടെ ഒരു ജസ്റ്റിസ് ഉണ്ടോ? ഇനിയും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കണമോ എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരുവിധം. അതായത് ശരിയാണ്, ഞാൻ കുറേ സഹിച്ചാണ് നിന്നിട്ടുള്ളത്, കുറേ ക്ഷമിച്ചാണ് നിന്നിട്ടുള്ളത്. ചില പാർട്ട്നേഴ്സ് അടിച്ചിട്ടുണ്ടായിരിക്കാം, ടോക്സിക് ബിഹേവിയർ, അതായത് കുറേ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും, അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരുപാട് സഹിച്ച് നിന്നിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് ആൾ സ്നേഹിച്ചും പോയി, പക്ഷേ ഇനി ഞാൻ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, എനിക്ക് എൻ്റേതായ ഒരു വാല്യൂ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഒരു ബിഹേവിയർ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ കറക്റ്റായിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് തുടക്കം മുതലേ ഞാൻ കറക്റ്റായിരുന്നു എങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അതായത് കാരണം ഈ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തെ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, സ്വീറ്റ്നെസ് ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. പതുക്കെ നിങ്ങളുടെ ബിഹേവിയർ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. നമുക്കിങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞു തരല്ലോ, നീ ഇങ്ങനെ ആയിരിക്കണം, നീ ബോയ്സിനോടാണെങ്കിൽ പറയും നീ അവളെ കൺട്രോൾ ചെയ്യണം, അങ്ങനെയാണ് റിലേഷൻഷിപ്പൊക്കെ മുന്നോട്ട് പോവുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കും പതുക്കെ അതുപോലെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു, ഞാൻ കറക്റ്റായിട്ടാണോ ബിഹേവ് ചെയ്തത്. അതായത് ഇപ്പോൾ പെൺകുട്ടിയോടാണെങ്കിൽ ഞാൻ അവളെ തല്ലിയത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ അവളെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത് എത്ര ദേഷ്യത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടെയും അവളോട് എനിക്ക് ക്ഷമിക്കാമായിരുന്നു, പക്ഷെ ഞാൻ അവളെ ഇത്രയും വാക്കുകൾ പറഞ്ഞത് ശരിയാണോ? എൻ്റെ എത്തിക്സിന്, അതായത് എനിക്കൊരു വാല്യൂ ഉണ്ട്, അത് കളഞ്ഞിട്ട് ഞാൻ അവളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്താം. നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് തന്നെയാണ് പാർട്ട്ണർക്ക് ഇപ്പോൾ ഈ ചിന്ത വന്നിരിക്കുന്നത്. അതായത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയാണ്. പതുക്കെ ചിലപ്പോൾ ഇത് ഫെയ്ഡ് ആവാനും സാധ്യതയുണ്ട്. കാരണം കുറേ വർഷങ്ങളോളം ഇത് അനുഭവിച്ചിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ സൈലൻസാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സൈലൻ്റ് ആയിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അവർ ഇരിക്കുന്നതെങ്കിൽ, അതിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ പതുക്കെ മൂവ് ഓൺ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് താഴ്ന്ന് നിൽക്കാമായിരുന്നു. കാരണം നിങ്ങൾ ആദ്യം മുതലേ ഒരു തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എല്ലാം നിങ്ങളുടെ ബിഹേവിയറും എല്ലാം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാമായിരുന്നു. അത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നാൾ നല്ലതായിട്ട് നിൽക്കാം, കുറച്ച് നാൾ സ്നേഹിക്കും, കുറച്ച് നാൾ പെട്ടെന്ന് മാറും, അങ്ങനെ ഒരു ടൈപ്പാണ്. അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് പാർട്ട്ണർ മൂവ് ഓൺ ചെയ്യാനാണ് സാധ്യത എന്നതാണ്. ഇവിടെ കൂടുതലും സാധ്യത മൂവ് ഓൺ ചെയ്യാനാണെന്നാണ് കാണിക്കുന്നത്. അവർക്ക് വേണ്ട ജസ്റ്റിസ് അവർക്ക് വേണം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മൈൻഡിലുള്ളത്. അപ്പോൾ നന്ദി.